ഇത് വളരെ നല്ല സോഫ്റ്റാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. ഈസ്റ്റർ സ്പെഷ്യൽ വെള്ളയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇത് 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 6 മണിക്കൂർ നന്നായി കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇഡ്ഡലി റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇഡ്ഡലി റൈസ് ആണെങ്കിൽ 4 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. അത് നമുക്ക് കപ്പി കാച്ചാനായിട്ട് കുറച്ച് അരിയെടുത്ത് നമുക്ക് അരയ്ക്കാം. നികത്തി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. തവി മാവ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുറുക്കിയെടുക്കാം. നിങ്ങൾക്ക് കപ്പി കാച്ചാൻ നേരത്ത് നമ്മുടെ ഈ ഇടിയപ്പത്തിൻ്റെ പൊടി അരിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് കപ്പി കാച്ചാം. ഒരു മീഡിയം തീയിലിടുക. ഇത് നന്നായിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കുന്ന പോലെ കുറുക്കിയെടുക്കണം. ആദ്യം കപ്പി കാച്ചി വെക്കുക. അപ്പോൾ ഈ കപ്പി തണുക്കുന്ന സമയം കൂടെ നമുക്ക് പച്ചരിയൊക്കെ മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. കപ്പി കുറുകിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്നുകൂടി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. കപ്പി കാച്ചാനായിട്ട് ഞാൻ കുറച്ച് മാവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി വന്നത് ഇങ്ങോട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും പാലപ്പം വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ കുഴിഞ്ഞ പാത്രത്തിൽ ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പൊങ്ങി വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുഞ്ഞു പാത്രമാണെങ്കിൽ വെളിച്ചാടും. അപ്പോൾ ഇച്ചിരി വിസ്താരമുള്ള കുഴിഞ്ഞൊരു പാത്രത്തിലേക്ക് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള അരിയെല്ലാം അരിച്ചെടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു തേങ്ങാവെള്ളം ഞാൻ ഇതിനകത്ത് ഒഴിക്കാൻ പോവാണ്. തേങ്ങയ്ക്കകത്ത് ചെറിയ തരിയുണ്ട്. അത് ഞാൻ അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒഴിച്ചു. വെള്ളം കുറച്ചായിട്ട് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടിയത്. ഒരുപാട് ലൂസാകാൻ പാടില്ല. ഇപ്പം ഞാൻ ആ ഒരു തേങ്ങാവെള്ളം ആണ് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് അരച്ചെടുക്കാം. ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് ഒഴിക്കുവാണ്. ലാസ്റ്റ് പച്ചരിയും കൂടെ ഇങ്ങോട്ട് ഇടുവാണ്. 250 ml 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നികത്തി വെള്ളം ഒഴിക്കാം. ഇത് നമുക്ക് ആദ്യം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ചോറിടണം, പഞ്ചസാര ഇടണം, ഈസ്റ്റ് ഇടണം. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഈസ്റ്റ് ഇടാൻ പോവാണ്. ഈസ്റ്റ് ഇപ്പം ചൂട് സമയം ആയതുകൊണ്ട് ഞാനൊരു 1/2 സ്പൂണേ ഇടുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1 തവി ചോറിന് പോലെ വെള്ളയവൽ ഉപയോഗിക്കാം. വെള്ളയവൽ ഉപയോഗിക്കുന്നവർ അരയ്ക്കുന്നതിന് മുമ്പ് ഒരു 10-15 മിനിറ്റ് കുറച്ച് വെള്ളത്തിൽ അതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിന് ശേഷം ഈ കൂട്ടത്തിൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം തയ്യാറാക്കിയ കപ്പി കാച്ചിയത് ഇങ്ങോട്ട് ഒഴിക്കുകയാണ്. കപ്പി തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിൽ അരിക്കാവുള്ളൂ, അല്ലെങ്കിൽ ദേഹത്ത് കുറച്ച് വരും. കപ്പി കാച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ നന്നായിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വെള്ളയപ്പം നല്ലതായിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പി കാച്ചുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് ഒഴിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ. ഈ അളവിൽ 1.5 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, പിന്നെ വേണ്ടത് 1 സ്പൂൺ ജീരകം. ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ചതച്ചെടുക്കുകയാണ് ഒന്ന് ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കണ്ട. കാരണം വെള്ളയപ്പത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് കടിക്കണം. എന്നാലാണ് ആ വെള്ളയപ്പത്തിന് വളരെ നല്ല ടേസ്റ്റ് ആകുന്നത്. നമ്മൾ പാലപ്പമൊക്കെ അരയ്ക്കുന്ന പോലെ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരച്ചിട്ടുണ്ട്.
ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. കേട്ടോ, ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇതാണ് എൻ്റെ പരുവം. ഇതിപ്പോൾ രാവിലത്തേക്കാണെങ്കിൽ നിങ്ങൾ രാത്രി ഇത് അരച്ചാൽ മതി. നല്ല ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പൊങ്ങാനായിട്ട് സാധ്യതയുണ്ട്. 4 to 5 ഒക്കെ മണിക്കൂറാകുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് പൊങ്ങും. ഉപ്പ് നമുക്ക് രാവിലെ ഇടാം. ഉച്ചക്കൊക്കെ നിങ്ങൾ അടിച്ചു വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഇത് പൊളിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മാവ് പൊങ്ങുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. പൊളിച്ചതിന് ശേഷം ഒത്തിരി നേരം വെക്കില്ല, കാരണം നമ്മുടെ അപ്പത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോൾ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെക്കട്ടെ. നമുക്കിത് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യും. ഇതിപ്പോൾ പൊങ്ങിയിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഈ മാവ് അരച്ച് വെച്ചേക്കുന്നത്. ഇപ്പോൾ സമയം 6 മണിയായി. 3 മണിക്കൂറിനുള്ളിൽ മാവ് പൊങ്ങിയിട്ടുണ്ട്. കാരണം കാലാവസ്ഥ ചൂടായതുകൊണ്ടും ഈസ്റ്റ് ഇട്ടുകൊണ്ടും പെട്ടെന്ന് പൊങ്ങി. അതേപോലെ തന്നെ ഈ മാവ് പൊങ്ങിയതിന് ശേഷം 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ചുടുക. അഥവാ നേരത്തെ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ ഇത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം രാവിലെ ചുടുക. കാരണം ഒത്തിരി നേരം ഇത് വെക്കരുത്, പുളിച്ചു പോകും. ഇത് നാളെ രാവിലത്തേക്ക് ഇത് ചുടാന്ന് പറഞ്ഞ് പുറത്തിരുന്നാൽ പുളിച്ച് നമ്മുടെ വെള്ളയപ്പത്തിന് ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇനിയിപ്പം കുറച്ച് ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് രാവിലെ വെള്ളയപ്പം ചുടുന്ന സമയത്ത് കാണിക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് ഇളക്കുവാണ്. ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ പരുവത്തിൽ തന്നെ എടുത്ത് ഫ്രിഡ്ജിലോട്ടും വെക്കാം. ഞാനിപ്പം ഇതിനകത്തുനിന്ന് ഉപ്പിട്ടിട്ട് കുറച്ച് മാവ് ഇപ്പം ഞാൻ വൈകിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ അത് ഇളക്കി പൊങ്ങി ഇതൊക്കെ താന്നു പോയിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ, കാരണം ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇതിന് കുറച്ച് മധുരമാണ് മുന്നേറ്റി നിൽക്കേണ്ടത്. അപ്പം ഇത് ഞാൻ കുറച്ച് മാവ് നമുക്കിത് ഫ്രിഡ്ജിൽ ഞാൻ കയറ്റാൻ പോവാണ്. അതിനുശേഷം നമുക്ക് രാവിലെ രുചികരമായിട്ടുള്ള വെള്ളയപ്പം ചുട്ടെടുക്കാം. നമുക്ക് വെള്ളയപ്പം ചൂടാം. നിങ്ങൾക്ക് കല്ലുണ്ടെങ്കിൽ കല്ലിലല്ല ഫ്രൈ പാനിലാണെങ്കിലും ചൂടാം. പിന്നെ കല്ല് ചുടുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കല്ല് ചൂടായതിന് ശേഷം നമുക്ക് ഒരു തവി മാവ് ഇങ്ങനെ ഒഴിച്ചാൽ മതി. കാരണം പിന്നെ അതിനകത്ത് നമ്മൾ ദോശ വെക്കുന്ന പോലെ പരുത്തോ ഒന്നും വേണ്ട. ഒരു തവി മാവ് നമ്മൾ കല്ലിലോട്ട് ഒഴിക്കുക. അതവിടെ വന്നിട്ട് കൊമ്മളയൊക്കെ ആയി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇടുക, എന്നാലേ ഇതെല്ലാം വേവാത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ നല്ല സോഫ്റ്റാണ്. സൂപ്പർ. തേങ്ങയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പിന്നെ വരുന്നതുകൊണ്ട് വളരെ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പം എൻ്റെ വെള്ളയപ്പം, ഈസ്റ്റർ സ്പെഷ്യൽ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡോണ കിച്ചൻ്റെ ഈസ്റ്റർ ദിന ആശംസകൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിക്ചേഴ്സൊക്കെ എനിക്ക് അയച്ചു തരണം. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.